ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മുടെ 26-ാം തീയതി നമ്മുടെ നീട്ടി വെച്ച് നമ്മുടെ ഡോഗ്സ് അവസാനം ഒരു ലിസ്റ്റ് ആകാൻ പോവുകയാണ്. സോ ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചിലും ഒക്കെ ഏറ്റവും നമ്പർ 1 ആയ ബൈനാൻസിൽ വരെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒരു 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡോഗ്സ് കോയിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് എയർ ഡ്രോപ്പ് വന്ന് കഴിയുമ്പോൾ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കണോ, അപ്പോൾ തന്നെ സെല്ല് ചെയ്ത് കളയണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോഗ്സ് കോയിൻ്റെ ഒരു ചെറിയൊരു പ്രൈസ് പ്രഡിക്ഷൻ ഞാൻ എൻ്റേതായ രീതിയിൽ നടത്തിയ ഒരു അനാലിസിസ് വെച്ചുള്ള ഒരു പ്രൈസ് പ്രഡിക്ഷൻ ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഡോഗ്സ് കോയിന് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്ന് കുറേ ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസുമാണ് നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വൈകാതെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഡോഗ്സ് ഇറങ്ങുമ്പോൾ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കണോ അതോ ഒപ്പം തന്നെ സെല്ല് എന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് നോക്കാനുള്ളത്, ഈ ഡോഗ്സ് കോയിൻ ഇറങ്ങണേക്കാളും മുന്നേ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഒട്ടുമിക്ക എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത അവരുടെ ഫസ്റ്റത്തെ ഒരു മീം കോയിൻ ആയിരുന്നു നിങ്ങളിത് നോട്ട് കോയിൻ എന്ന് പറയുന്നത്. സോ ഈ നോട്ട് കോയിൻ എന്ന് പറഞ്ഞ കോയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ അത് മേലേക്ക് പോയി, പിന്നീട് അത് കുറഞ്ഞു. ഒരൊറ്റ ദിവസത്തെ ഇത് ഡേ ഗ്രാഫാണ്, 1 ഡേ ഗ്രാഫാണ്. ഈ കാണുന്ന ഓരോ ക്യാൻഡിൽസും ഓരോ ഡേനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മേലേക്ക് പോയി. ഇത് എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. നമുക്കിപ്പോൾ ഇതിന് മുന്നേ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ് എന്ന് പറഞ്ഞ ടോക്കൺ എടുത്താലും ബനാന എന്ന് പറഞ്ഞ ടോക്കൺ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ഒറ്റ ദിവസം കൊണ്ട് എന്ത് വളരെയധികം പമ്പ് ചെയ്യും. 3000 4000 ഒക്കെ പമ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ നോട്ട് കോയിൻ പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് പറ്റി, പിന്നീട് ആ പ്രൈസ് പമ്പ് ചെയ്ത പ്രൈസ് തന്നെ എന്ത് ചെയ്തു, താഴേക്ക് വന്നു. കാരണം ഒരുപാട് പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ബൈ ചെയ്യാനായിട്ട് ഈ ഒരു കോയിൻ ഇറങ്ങുമ്പോൾ തന്നെ. കാരണം നമ്മളിവിടെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഇതുള്ളത്, റിയൽ പൈസ കൊടുത്ത് ഈ കോയിൻസ് മേടിക്കാനും ഇതിൻ്റെ യൂട്ടിലിറ്റി കണ്ട് മേടിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഈ മാർക്കറ്റിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ അന്ന് ഇറങ്ങിയപ്പോൾ 78% അന്ന് എയർ ഡ്രോപ്പ് ആയിട്ട് നോട്ട് കോയിൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ കൊടുത്ത ആൾക്കാർ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ എന്ത് ചെയ്തു, വിറ്റാണ് എന്ത് ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ പ്രൈസ് ഡംപായി. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരാഴ്ചത്തോളം ഇതിൻ്റെ പ്രൈസ് ഡംപ് ആവുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ നമുക്ക് വിചാരിക്കും ഈ ഒരു ടോപ്പ് പോയിന്റിൽ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ സെല്ല് ചെയ്ത് തുടങ്ങും. പക്ഷെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ വളരെയധികം നമ്മൾ API ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ മാർക്കറ്റിലുണ്ട്. ഒരൊറ്റ സെക്കൻഡോട് തന്നെ, മില്ലി സെക്കൻഡോട് തന്നെ ട്രേഡ് നടത്തി അപ്പോൾ തന്നെ വിറ്റ് കളയുന്ന ആൾക്കാരുണ്ട് ആ പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം. സോ ആ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വിൽക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റും, പിന്നീട് താഴ്ന്ന് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ $0.00471 സോ നമ്മൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 42 പൈസയിലാണ് ആ സമയത്ത് ട്രേഡ് ചെയ്യുന്നത്. സോ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് പേരൊക്കെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇനി പ്രൈസ് മേലോട്ട് പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തു, അവർ സെല്ല് ചെയ്ത് കളഞ്ഞു. അവരെന്ത് ചെയ്തു, 42 പൈസയിൽ, ഇന്ത്യൻ റുപ്പി 42 പൈസയിൽ, അതായത് ഏകദേശം ഒരു 50 പൈസയിൽ എന്ത് ചെയ്തു, അവർ സെല്ല് ചെയ്ത് കളഞ്ഞു. അതായത് അവർ ഒരു 50,000 കോയിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, 25,000 രൂപയാണ് അവർക്ക് എന്ത് ചെയ്തത്, ആ ഒരു എയർ ഡ്രോപ്പിൽ കിട്ടിയത്. പക്ഷെ കുറെ പേര് എന്ത് ചെയ്തു, അത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ പ്രൈസ് ഇങ്ങനെ മോളിക്ക് നല്ലോണം മേലെ 0.0024 ഒക്കെ എത്തി. 0.0024 എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0024 എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപ വരെ അത് പോയിട്ടുണ്ടായിരുന്നു. സോ 2 രൂപയിൽ 50,000 കോയിൻസ് എയർ ഡ്രോപ്പ് കിട്ടിയ ആളാണെങ്കിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും, 50,000 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതായത് 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടി. 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടേണ്ട സ്ഥലത്ത് ഈ പേടിച്ചിട്ട് മാർക്കറ്റിന് ഭയന്നിട്ട് അവരെന്ത് ചെയ്തു, 25,000 രൂപയ്ക്കാണ്, അത് 75,000 രൂപ നഷ്ടത്തിലാണ് എന്ത് ചെയ്തത്, കുറേ നോട്ട് കോയിൻ ഹോൾഡേഴ്സ് ഒക്കെ എന്ത് ചെയ്ത് സെല്ല് ചെയ്ത് കളഞ്ഞത്. സോ കുറേ പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ലോസ് ഉണ്ടായിട്ട്, ലോസ് എന്നല്ല, കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് കിട്ടാതിരുന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിറ്റതിന് ശേഷം എന്ത് ചെയ്യുക, അപ്പം തന്നെ പിന്നെ മാർക്കറ്റ് കുറഞ്ഞൊരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ബൈ വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഇപ്പോൾ നിങ്ങൾക്ക് അത്ര ഫണ്ടിന് അത്യാവശ്യമില്ല എന്നുള്ളൊരു കൂട്ടനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ബുൾറൺ വന്ന വരെ, ഇപ്പോൾ ഒരു ബുൾറൺ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ബുൾറൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTC നല്ല രീതിയിൽ മേലേക്ക് പോകണം. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, എല്ലാ ഓൾട്ട് കോയിൻസും പറഞ്ഞാൽ എന്താണ്, ബിറ്റ് കോയിൻ അല്ലാത്ത എല്ലാ കോയിൻസും എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഒരു റാലി ആയിട്ട് ഇങ്ങനെ മേലോട്ട് പോകണം. സോ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, ഇതുപോലത്തെ കമ്മ്യൂണിറ്റി ടോക്കൺസ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പമ്പാവും. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പെപ്പെ എന്ന് പറഞ്ഞ കോയിൻ. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി ടോക്കൺ ആയിരുന്നു. നല്ല രീതിയിൽ പ്രൈസ് ഒരു പമ്പ് ചെയ്തൊരു കോയിനാണ്. സോ അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉള്ള ഒരു കോയിൻ തന്നെയാണ് ഇത് ഡോഗ്സ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നല്ല രീതിയിലൊരു പമ്പിങ്ങും ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ അതിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ റിസഷനും അതുപോലെ തന്നെ വാറും ഇതിൻ്റെ ഒക്കെ പേടികൾ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഡംപ് ആവാനുള്ള ചാൻസസും, ഇതിനിപ്പോൾ ബിറ്റ് കോയിൻ ഒരു സപ്പോർട്ട് പൊട്ടിച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ 55,000 ഒക്കെ പൊട്ടിച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡംപ് കാണാനുള്ള ചാൻസ് എന്ത് ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഡോഗ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിന് താഴേക്ക് വരാം. അപ്പോൾ നിങ്ങൾ പേടിക്കും, ഇത്രയും ഇതിന് പ്രൈസ് ഡംപായി, ഇനി ഒരിക്കലും ഇത് മേലേക്ക് പോകാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കാം. കാരണം ക്രിപ്റ്റോയിൽ നിങ്ങൾ പുതിയതായതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ക്രിപ്റ്റോയിൽ കുറച്ച് നാളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
ഏത് കോയിനും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിടുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, റിവാർഡ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇറങ്ങുന്ന ദിവസം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒരു പ്രൈസ് പോയിന്റിൽ ഒരു പ്രൈസ് എത്തുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് സെല്ല് ചെയ്ത് കളയുക. സെല്ല് ചെയ്ത് കളഞ്ഞ ശേഷം എന്ത് ചെയ്യുക, പിന്നീട് ഒരു പ്രൈസ് പോയിന്റ് നല്ലോണം താഴെത്തുമ്പോൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ അവിടെ മേടിച്ചെടുക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളവിടെ മേടിച്ചതിന് ശേഷം വീണ്ടും അത് താഴോട്ട് പോകാൻ വയ്ക്കുക. ഈ ഗ്രാഫ് നോക്കിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പല രീതിയിൽ സംഭവിക്കാം. ചിലപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നേരെ താഴോട്ട് പോകാം. നേരെ താഴോട്ട് പോയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പിന്നീട് മേലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡമ്പായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഡമ്പായിട്ട് താഴോട്ട് പോകും. എന്നിട്ടായിരിക്കും ചിലപ്പോൾ മേലോട്ടൊരു പമ്പ് വരാൻ പോകുന്നത്. സോ ഇങ്ങനെയൊക്കെ മാത്രം സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മേലെ വെച്ചൊരു നല്ലൊരു പ്രൈസ് പോയിന്റ്, വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നിങ്ങൾ വിറ്റു, സെല്ല് ചെയ്ത് കളഞ്ഞു, എന്നിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഒന്നുകൂടി താഴോട്ട് ഒരു മേടിക്കാമെന്ന് വിചാരിക്കും. അതിൻ്റെ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, പ്രൈസ് നല്ലോണം, കാരണം 80 സംതിങ്ങോളം % ആണ് കമ്മ്യൂണിറ്റിക്ക് ഡോക്സ് കോയിൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ നല്ല രീതിയിൽ പ്രൈസ് ഡംപ് ആവുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങളത് സെല്ല് ചെയ്യും. പിന്നീട് വീണ്ടും അത് താഴോട്ട് പോകുന്നതാണ് അവർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഫിയർ അടിച്ചിട്ട് എന്ത് ചെയ്യും, ഇനി എന്തായാലും മേലോട്ട് പോകുന്നില്ല വെച്ചാൽ എന്ത് ചെയ്യും, കിട്ടണ പൈസയ്ക്ക് ഇനി പ്രോഫിറ്റ് കളയാൻ വെച്ചിട്ട് വീണ്ടും സെല്ല് ചെയ്ത് കളയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത രീതിയിലായിരിക്കും, ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും, മുന്നേ കിട്ടിയ പ്രോഫിറ്റ് അടക്കം നഷ്ടത്തിലായിരിക്കും സെല്ല് ചെയ്താൽ പോകുന്നത്. സോ അങ്ങനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്ര പ്രൈസ് താഴോട്ട് പോയാലും ചിലപ്പോൾ ഒരു 2 മാസം, ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ മാത്രം എന്തേ ഉള്ളൂ, നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ചിലപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരാഴ്ചയോ 2 ആഴ്ച ഇരുന്നാലും മാത്രമേ എന്തേ ഉള്ളൂ, നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എന്തായാലും എടുക്കേണ്ടി വരും. അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇന്ന് ഞാൻ മേടിച്ചിട്ടു, എന്നിട്ട് ഞാൻ വീണ്ടും നല്ല രീതിയിൽ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പ്രൈസിന് പമ്പാവുമെന്ന് വിചാരിച്ചിരിക്കരുത്. മാർക്കറ്റിൽ നല്ല രീതിയിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചാർട്ട് അനാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന മാർക്കറ്റ് മേക്കേഴ്സും അതുപോലെ തന്നെ പല എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആവുന്നുണ്ട്. സോ ഈ എക്സ്ചേഞ്ചിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പോലെ എയർ ഡ്രോപ്പ് കിട്ടിയ കോയിൻസ് അല്ലാതെ ഒരുപാട് പേര് റിയൽ ഫണ്ട് വെച്ച് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. സോ അവരൊക്കെ ആണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കൊരു നല്ല രീതിയിൽ പ്രൈസ് പ്രഡിക്ഷനോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പ്രൈസോ ഒക്കെ കാണാൻ സാധിക്കുന്നത്. സോ ഇങ്ങനൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ലോങ് ടൈമിലേക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക, സെല്ല് ചെയ്യേണ്ട അവിടെ തന്നെ വെക്കുക. രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു പ്രൈസ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രൈസ് പോയിന്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവിടെ നിന്ന് പമ്പ് ചെയ്ത് പോകാം. ഇതുപോലെ തന്നെ ഗ്രാഫ് സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, റസ്സിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലേ, ഇതുപോലെ ചിലപ്പോൾ ഒരു ദിവസം മൊത്തം ഇതിൽ എന്ത് ചെയ്യാം, വലിയ രീതിയിൽ ഡംപ് ആവാതെ പിറ്റേ ദിവസം വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ പമ്പായി പോകണം. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇവിടെ നിന്ന് മേടിക്കായിരുന്നു, ഇവിടെ സെല്ല് ചെയ്യാന്ന് വിചാരിക്കും. പിന്നീട് വിചാരിക്കും, ഇനി ഇത് പമ്പായി പോവുകയാണ്, ഞാനന്ന് ഇവിടെ നിന്ന് മേടിച്ചിടാം, ഇനി ചിലപ്പോൾ മേലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്നോട്ടായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നേരെ താഴോട്ട് വരാൻ പോകുന്നത്. സോ മാർക്കറ്റിനെ നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്ന രീതിക്ക് ഒന്നും തുടക്ക ദിവസം ഒന്നും മൂവ് ചെയ്യില്ല. സോ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ വൈസ്ലി നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് മാത്രം പ്രവർത്തിക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടേണ്ട നല്ലൊരു പ്രോഫിറ്റ് തന്നെ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡോക്സിൻ്റെ ഒരു പ്രൈസ് പ്രഡിക്ഷൻ ആണ്. സോ പ്രൈസ് പ്രഡിക്ഷൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ രീതിയിലാണ് ഞാൻ അനുസരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു നമുക്കറിയാം, ഡോക്സിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 550 ബില്യൺ ആണ് നമ്മുടെ ടോട്ടൽ സപ്ലൈ ആയിട്ട് ഡോക്സിന് വരുന്നത്. സോ അതേ റേഞ്ചിലുള്ള നമ്മൾ ബാക്കിയുള്ള കോയിൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ഏകദേശം അതേ റേഞ്ചിൽ വരുന്നത് ഹെക്സ് എന്ന് പറഞ്ഞൊരു കോയിനും പിന്നെ ബീർ കോയിൻ എന്ന് പറഞ്ഞ കോയിനാണ്. ബീർ കോയിൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഒരു ടാപ്പിംഗ് പ്രൊജക്റ്റ് ആണ്. പക്ഷേ ടാപ്പിംഗ് പ്രൊജക്റ്റ് ആയിരുന്നില്ല, ആദ്യം ഒരു സോഷ്യൽ പോലത്തെ ഒരു മീം കറൻസി ആയിട്ട് അംഗീകരിച്ച ശേഷം എന്ത് ചെയ്തു, അവർ ഈ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ്. പക്ഷെ അവരുടെ കോയിൻ നല്ല രീതിയിൽ ഒന്ന് ഡൗൺ ആയിരിക്കണം, കാരണം അതിലൊരു അപ്ഡേറ്റ് ഒന്നും ഇല്ല നമുക്ക് ഇതുവരെ. സോ ഈ 2 കോയിൻ എടുത്ത് കഴിഞ്ഞാൽ, ഹെക്സും ബീർ കോയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബീർ കോയിന്റെയും ഹെക്സ് കോയിന്റെയും നമ്മുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് ഏകദേശം ഇതിനോട് സിമിലർ ആണ്. സോ ഈ ഹെക്സിന്റെ നമ്മളൊരു പ്രൈസ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ നമുക്ക് നോക്കാം, ഒരു ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത് 0.500, അതായത് $0.5 വരെ എന്ത് ചെയ്യുന്നത്, ഏകദേശം ഒരു 2021 ടൈമിൽ ഇതിന്റെ ഓൾ ടൈം ഹൈ പോയിട്ടുണ്ട്. സോ ഇതിന്റെ യൂട്ടിലിറ്റി അനുസരിച്ചിരിക്കും, ഇതൊരു മിം കോയിൻ അല്ല കേട്ടോ. സോ ഇതൊരു യൂട്ടിലിറ്റി ഉള്ളൊരു കോയിനാണ്. സോ അതുപോലെ ഇതൊരു മൈൻ ചെയ്തെടുക്കുന്ന കോയിനാണ്. സോ ആ സമയത്ത് ഇതിന്റെ സപ്ലൈ എത്രയാണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ സപ്ലൈ മൈൻ ചെയ്യുന്നതനുസരിച്ച് കൂടി വരികയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. സോ ആ സമയത്തായിരുന്നു ഇതിന്റെ പ്രൈസ് ഈ ഒരു പ്രൈസ് റേഞ്ച് പോയത്. അതിനർത്ഥം ഡോക്സ് ഇതുപോലെ പോകണം എന്നല്ല, കാരണം ഇതിന്റെ യൂട്ടിലിറ്റി അനുസരിച്ചായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്താൽ ഓരോന്നിന്റെയും പ്രൈസ് പോകുന്നത്. സോ നമ്മൾ അടുത്ത കോയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബീർ കോയിന്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ബീർ കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, ഏകദേശം ഇപ്പോൾ ഒരു $6.69 മില്യൺ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ്. പക്ഷേ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് $692 മില്യൺ ആണ് ഇതിന്റെ ഹെക്സിന്റെ മാർക്കറ്റ് ക്യാപ്പ്. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ, അതായത് ഏകദേശം ഒരു $700 മില്യൺ ആണ് ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.001210 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്സ് എന്ന് പറഞ്ഞ കോയിൻ ഏകദേശം ഒരു $500 മില്യൺ
ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം എത്രയായിരിക്കും 0.309 സംതിങ് ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഒരു ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം $0.001 നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് മേലേക്ക് പോയി 2 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇത് വീണ്ടും മാറിയിട്ട് എന്ത് ചെയ്യാം $0.002 ബില്യൺ അല്ലെങ്കിൽ $0.002 പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഏകദേശം ഒരു 17 പൈസ നമുക്ക് എന്ത് ചെയ്യാം 2 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരെ പോവുകയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു ഹൈപ്പാണ്. അതെന്ന് വെച്ചാൽ ഇത് ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയധികം നല്ല ഹൈപ്പോടുകൂടി ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്ന് എന്ത് ചെയ്യും ഇതിനെ അഡോപ്റ്റ് ചെയ്യും. അതായത് ഒരുപാട് ആൾക്കാർ വന്ന് എന്ത് ചെയ്യും ഈ പ്രൈസ് ഇങ്ങനെ മേടിച്ച് എന്ത് ചെയ്യും അക്യുമുലേറ്റ് നല്ല രീതിയിൽ തന്നെ പ്രൈസ് വേണമെങ്കിൽ പമ്പ് ചെയ്യാം. ഏകദേശം ഒരു 17 പൈസയാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.17 ഇൻറ്റു നിങ്ങൾക്ക് ഒരു സപ്പോസ് വിചാരിക്കും ഒരു 60,000 കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യും ഒരു 10,000 രൂപ വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഡോക്സിന്റെ എയർ ഡ്രോപ്പിൽ നിന്ന് ഏകദേശം ഒരു 10,000 രൂപ വരെ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ഈ ഒരു വിലയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ $0.002 വരികയാണെങ്കിൽ അത് വരുന്നത് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 2 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഏകദേശം ആ ഒരു വില നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ. കാരണം സമയത്ത് വേറെ എന്തെങ്കിലും സംഭവിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ എന്തെങ്കിലും വല്ല US എന്തെങ്കിലും ന്യൂസസോ അങ്ങനെ എന്തെങ്കിലും വന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഡോക്സ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചെറിയ രീതിയിലൊരു പമ്പ് ചെയ്തതിനു ശേഷം അത്രയധികം മാർക്കറ്റ് ക്യാപ്പ് ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നീട് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പ് വന്ന് ഇതിന്റെ പ്രൈസ് പമ്പ് ആവുന്ന നമുക്ക് എന്ത് ചെയ്യുക കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പ്രശ്നം ഞാനിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 17 പൈസ ഏകദേശം ഒരു 17 പൈസയ്ക്ക് ഇടയിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 പൈസയ്ക്കും 17 പൈസയ്ക്കും 30 പൈസയ്ക്ക് ഇടയിലാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു എമൗണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം. മാർക്കറ്റിലെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇത് എൻ്റെ ഓൺ പ്രൈസ് പ്രഡിക്ഷൻ ആണ്. മറ്റുള്ള മാർക്കറ്റിംഗ് സപ്ലൈ വെച്ചിട്ടുള്ള പ്രൈസ് പ്രഡിക്ഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് നമ്മുടെ ടാക്സിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നെക്സി ബ്രോ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന പോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു സിയക്കാനായിട്ട് ഒരു ചെറിയ രീതിയിൽ ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ചുള്ള ടോക്കൺ നടത്തുന്നത്. സോ അങ്ങനെ ഉരുത്തിരിച്ച ഇൻഫർമേഷൻ ആണ്. അതുപോലെ തന്നെ നെറ്റിൽ നിന്ന് റിസർച്ച് ചെയ്ത ഇൻഫർമേഷൻ അറിയാൻ കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ 30% ആണ് നമ്മൾ ക്രിപ്റ്റോയിൽ ഇന്ത്യയിൽ ഇപ്പോൾ കറന്റ് ടാക്സ് അടയ്ക്കേണ്ടതുള്ളത്. അത് നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആയാലും ഏത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയാലും നിങ്ങൾ അടയ്ക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ബൈനാൻസ് യൂസ് ചെയ്യുന്നു ഞാൻ അടച്ചിരിക്കണം, ഞാൻ ബൈബിറ്റ് യൂസ് ചെയ്യണം ഞാൻ അടച്ചിരിക്കണം, അല്ലാന്ന് ഞാൻ CoinDCS യൂസ് ചെയ്യുന്നു എനിക്ക് അടയ്ക്കേണ്ട, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഓൾമോസ്റ്റ് മെക്സി ഒഴിച്ച് ബാക്കിയുള്ള മെക്സി എനിക്ക് അറിയില്ല, ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ബാക്കിയുള്ള എല്ലാ എക്സ്ചേഞ്ചിലും നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോ അവിടെ കൊടുക്കുന്നുണ്ട്. സോ സുഖമായിട്ട് എന്ത് ചെയ്യാം അതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൈനാൻസ് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ബൈനാൻസ് യൂസ് ചെയ്യുന്നവർ മാത്രം ടാക്സ് അടച്ചാൽ മതി, ബൈബിറ്റ് യൂസ് ചെയ്യുന്നവർ ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു ഇൻഫർമേഷൻ ഇല്ല. നിങ്ങൾ കുറേ പേര് ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ നേരം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈനാൻസിലേക്ക് പിൻവലിച്ചു, ഞാൻ എന്തായാലും 30% ടാക്സ് അടയ്ക്കണം, ഞാൻ ബൈബിറ്റിലേക്ക് പിൻവലിച്ചു കഴിഞ്ഞാൽ 30% ടാക്സ് അടയ്ക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. നിങ്ങൾ ആരായാലും ഒരു രൂപ പോലും നിങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ 30 പൈസയാണ് നിങ്ങൾക്ക് ഇത് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗെയിൻ എല്ലാത്തിനും പ്രോഫിറ്റ്, ആ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനൊക്കെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ചുമതല ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്, അത് എൻ്റെ ഡിസിഷൻ അല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് അടയ്ക്കാം. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ റൂൾ പ്രകാരം നിങ്ങൾ ഏത് ക്രിപ്റ്റോയിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ അസറ്റിനും നിങ്ങൾ എന്ത് ചെയ്യണം 30% ടാക്സ് അടച്ചിരിക്കണം. ഇനി ഏതിനൊക്കെയാണ് ടാക്സ് അടയ്ക്കണം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഇതുണ്ട് റിസീവിങ് എയർ ഡ്രോപ്സ് വഴി കിട്ടുന്ന എല്ലാ സംഭവത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം ടാക്സ് അടച്ചിരിക്കണം. അതുപോലെ മൈനിങ് ക്രിപ്റ്റോ കറൻസി നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ടാക്സ് അടയ്ക്കണം. പക്ഷെ ഒരു ഇതുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഡോക്സ് കോയിൻ കിട്ടാൻ വിചാരിക്കുക, നിങ്ങൾ ഏത് എക്സ്ചേഞ്ചോട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഏത് എക്സ്ചേഞ്ച് ആയാലും നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം. ഈവൻ നിങ്ങൾ ടാക്സ് അടയ്ക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആയ അതുപോലെ വാലറ്റുകളുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഇതിനൊക്കെ മറികടക്കാനുള്ള ചെറിയ ടിപ്പ്, അതായത് എൻ്റെ ഒരു അനാലിസിലുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞ ശേഷം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡോക്സ് ഇപ്പോൾ ബൈനാൻസിലോട്ടോ ബൈബിറ്റിലോട്ടോ നിങ്ങൾ കൊടുത്തിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡോക്സ് അവിടെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ആ ഡോക്സിനെ ഇപ്പോൾ USDT ആയിട്ടൊന്നും മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ അതിന് ശേഷം ഈ USDT ആയിട്ട് മാറ്റുകയാണ്, അതായത് നിങ്ങൾ അതിനെ സെല്ല് ചെയ്ത് വേറൊരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതിന് നിങ്ങൾ എന്ത് ചെയ്യണം 30% ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് കിട്ടുന്ന ഗെയിന് എത്ര പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30% ആണ് ഇപ്പോഴത്തെ കറൻറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ അടച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത പോയിന്റാണ്, ഇനി നിങ്ങൾക്ക് ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്കൊരു സേഫർ സൈഡ്. അതായത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൺ കീപ്പർ, ടെലഗ്രാം വാലറ്റ് അല്ല, ടെലഗ്രാം വാലറ്റിൻ്റെ ഉള്ളിലുള്ള ടൺ സ്പേസ് എന്ന സംഭവം, അതുപോലെ തന്നെ ഇപ്പോൾ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് ഇതുപോലത്തുള്ള വാലറ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ വാലറ്റുകളൊന്നും ആരും റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഈ വാലറ്റുകളാണ് റിയൽ ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയ ബ്ലോക്ക് ചെയിൻ്റെ അതേ പ്രിൻസിപ്പിളായ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എന്ത് ഈ കാണുന്ന ഓരോ വാലറ്റുകൾ എന്ന് പറയുന്നത്. ഈ വാലറ്റുകളിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ആരും ഇതിനെ വന്ന് നിങ്ങളൊരു ഇൻഫർമേഷൻ നിങ്ങൾ പബ്ലിക്കായിട്ട് അത് പ്രഖ്യാപിക്കാതെ നിങ്ങളുടെ അടുത്ത് ആരും വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത്ര ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഒരാൾ പോലും ഇൻഫർമേഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അത് ട്രാക്കബിൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അതിൽ നിന്നാണ് നിങ്ങളൊരു അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടാക്സ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡോഗ്സ് കോയിൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൺ കീപ്പർ എന്ന് പറഞ്ഞാൽ വാലറ്റിലോട്ട് മാറ്റി, വാലറ്റിലോട്ട് എത്തിയെന്ന് വിചാരിക്കുക. ഇതിന് ശേഷം നിങ്ങൾക്കത് കറൻസി ആക്കണമെന്ന് വിചാരിക്കുക. കറൻസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ 2 വഴിയുള്ളൂ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ്സ് കോയിൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്ന ശേഷം എന്ത് ചെയ്യണം, അതിനെ സെല്ല് ചെയ്ത് എന്ത് ചെയ്യണം, USDT ആക്കണം. USDT ആക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനെ P2P വഴി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി വിൽക്കണം. P2P വഴിയാണ് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി എന്ത് ചെയ്തു, നിങ്ങൾ ഇതിന് USDT ആയിട്ട് അതിനെ സെല്ല് ചെയ്യുമ്പോൾ, ഒരു സ്പോട്ട് ട്രേഡിങ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യണം, അവർ ഓഡിറ്റിങ്ങിൽ എന്ത് ചെയ്തു, ആ ഒരു റിപ്പോർട്ട് കയറി നിങ്ങൾ അവിടെ എന്ത് ചെയ്തു, ഒരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിപ്റ്റോ കറൻസിന്ന് ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടി. ഇതാണ് P2P എന്ന് പറയുന്നത്. P2P ചെയ്യുകയാണെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുവരികയാണെങ്കിലും ഇത് നിങ്ങൾ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തൊക്കെ, അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലോ ആരെങ്കിലും ഒക്കെ ഇത് മേടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോഗ്സ് കോയിൻ എന്താണ് അവർക്ക് കൊടുക്കുന്നു, അവർ തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, USDT തരുന്നു. പിന്നീട് നിങ്ങൾക്ക് ഈ USDT വാങ്ങാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ USDT മറിച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ USDT മേടിക്കാനായിട്ട് വേറൊരാൾ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഫണ്ട് നിങ്ങളുടെ ബാങ്കിലോട്ട് വരുന്നു. അതിൻ്റെ സോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഫണ്ടാണെന്ന് സോഴ്സ് കാട്ടേണ്ട, ഒരു ചെറിയ ഫണ്ടൊക്കെ ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ വീട്ടുകാരുടെ പക്കമുണ്ട്, നിങ്ങളിപ്പോൾ ഒരു സാലറിഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ടാക്സ് ലാബിലൊക്കെ വേണമെങ്കിൽ ഈ വരുന്ന ഫണ്ടിൻ്റെ സോഴ്സ് ഒക്കെ കാട്ടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ സാലറി പേഴ്സൺ അല്ല, ടാക്സ് ലാബിലൊന്നും വീഴാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന ഫണ്ടിൻ്റെ സോഴ്സും ചിലപ്പോൾ നിങ്ങൾക്ക് കാട്ടേണ്ടതായിട്ട് വരില്ല. പക്ഷേ നിങ്ങൾക്ക് നേരം ഫയലൊക്കെ ചെയ്ത് ഇടേണ്ടി വരും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കൂടുതൽ അന്വേഷിച്ചൊക്കെ ചെയ്താൽ മതി. എൻ്റെ അറിവിലുള്ള ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഇതൊന്നും മറികടക്കാനുള്ള വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ളതാണ്, തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതായത് UAE ടാക്സ് ഇല്ല. സോ അവിടെ നിങ്ങളുടെ ബന്ധുക്കാരോ കൂട്ടുകാരോ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ ID വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ബൈനാൻസിലോ ബൈബിറ്റിലോ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതേ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, അതായത് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിച്ചിടാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഈ ഫണ്ട് അവിടെ എത്തി എന്ന് വിചാരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എത്തിയിട്ട് അവർ ത്രൂ എന്ത് ചെയ്യുക, അവിടെ P2P ചെയ്ത് അവിടെ വിറ്റ് കളഞ്ഞ് ആ ഫണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് വയർ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാങ്കിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സാധാരണ ഗൾഫിൽ നിന്ന് പൈസ അയക്കണ പോലെ തന്നെയാണ് എന്ത് ചെയ്ത് ഇത് വരുന്നത്. സോ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് മറികടക്കാമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എക്സ്ചേഞ്ചസ് യൂസ് ചെയ്താലും നിങ്ങൾ പക്ക മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം, ടാക്സ് അടയ്ക്കാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥനാണ്. അതൊരു എക്സ്ചേഞ്ചിന് മാത്രം എക്സംഷൻ ഇല്ല. ബൈനാൻസ് ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത് ബൈനാൻസ് ഇന്ത്യയിലെ FIU റെഗുലേഷൻസ് അംഗീകരിച്ചത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FIU റെഗുലേഷൻസിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ അവർക്കൊരു ഓഫീസ് വേണം. ബൈബിറ്റിന് ഇതുവരെ ഓഫീസില്ല, ബൈനാൻസിന് ഓഫീസില്ല. പക്ഷെ അതൊരു സൂൺ ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും, അത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇതുവരെ ടാക്സിൻ്റെ റെഗുലേഷൻസ് ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അംഗീകരിക്കാതെ എന്ത് ചെയ്തു, ബൈനാൻസിന് ഏകദേശം ഒരു 2 ബില്യൺ 3 ബില്യൺ സംതിങ് നിയർ ഡോളർ എന്ത് ചെയ്യേണ്ടി വന്നു, ഇവർക്ക് ഫൈനായിട്ട് അടച്ചിട്ടാണ് ബൈനാൻസ് ഇന്ത്യയിലേക്ക് എൻട്രി വന്നിരിക്കുന്നത്. ഇതുപോലെ ബൈബിറ്റിന്റെ സൈറ്റ് ഒന്നും ഇപ്പോൾ ലോഡ് ആവുന്നില്ല. ബൈബിറ്റ് ഒരു ലീഗൽ, അതായത് അത് ഓതറൈസ്ഡ് ആയിട്ട് FIU റെഗുലേറ്റഡ് എൻറ്റിറ്റി ആണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ അറിവില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ബൈബിറ്റിൽ സേഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് അവർ പറയുകയാണ്, ഇന്ത്യയിലെ FIU റെഗുലേഷൻസ് അംഗീകരിക്കാനും ഇവരുടെ സെർവറുകൾ ഒന്നും നിങ്ങൾക്ക് വർക്ക് ആവില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫണ്ട് നിങ്ങളുടെ അവിടെ സ്റ്റക്ക് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ബൈനാൻസ് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഓൾറെഡി FIU റെഗുലേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കുക്കോയിനും. സോ ഇങ്ങനത്തെ എക്സ്ചേഞ്ചുകളിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ് എന്ന് പറയുന്നത്. കാരണം ബൈബിറ്റ് ഇപ്പോഴും എനിക്കറിയില്ല FIU റെഗുലേറ്റഡ് ആയോ ഇല്ലയോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല.
സോ FI റെഗുലേറ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് VPN വെച്ച് മാത്രമാണ് ആ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആപ്പിൻ്റെ ഭാഗത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. VPN വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ചസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ബൈനാൻസിന് ഓൾറെഡി ഉണ്ടായിരുന്നു. VPN ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകുന്ന തന്നെ അവരെ കസ്റ്റമർക്ക് സപ്പോർട്ടിൽ നിന്ന് പല തവണകളായിട്ട് വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. സോ VPN ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബൈബിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും, നിങ്ങളുടെ അസറ്റ് അവിടെ ലോക്ക് ആയി പോകും. സോ ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഫർമേഷൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിയർ ടാക്സ് ക്രിപ്റ്റോ കറൻസി ടാക്സേഷൻ ഗൈഡ്, ക്ലിയർ ടാക്സ് ക്രിപ്റ്റോ കറൻസി ടാക്സേഷൻ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൈറ്റ് കിട്ടും. ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും ക്രിപ്റ്റോ കറൻസിയുടെ ഫുള്ള് ടാക്സ് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൂടെ വായിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം. ടാക്സ് അടയ്ക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. പക്ഷെ അടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളത് ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കമൻസും ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ വന്നിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വരാം. ചാനലിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ എല്ലാ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ഒഴിവനുസരിച്ച് എൻ്റെ നോളജിലുള്ള അറിവുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. കമ്മ്യൂണിറ്റിയിൽ അറിവുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നമ്മുടെ VCയോ VDC എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ നമ്മുടെ ഡെയിലി ചെയ്യാറുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.